കൊല്ലം ജില്ലാ ആശുപത്രി ഒ.പി. ടിക്കറ്റ് നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് യുവമോർച്ചയുടെ പ്രതിഷേധം. ഇതിന്റെ ഭാഗമായി ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ശ്രീകാന്തിനെ 1 മണിക്കൂർ നേരം ഉപരോധിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഒ.പി. ടിക്കറ്റ് നിരക്ക് 5 രൂപയിൽ നിന്നും 10 രൂപയിലേക്ക് ഡിസംബർ 1 മുതൽ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു യുവമോർച്ച കൊല്ലം ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ശ്രീകാന്തിനെ 1 മണിക്കൂർ നേരം ഉപരോധിച്ചത്. ദിനംപ്രതി 4000-ഓളം അടുപ്പിച്ച് രോഗികളാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചേരുന്നതെന്നും 5 രൂപയിൽ നിന്നും 10 രൂപയിലേക്ക് ഒ.പി. ടിക്കറ്റ് വില വർധനവ് വന്നതോടുകൂടി ജില്ലാ പഞ്ചായത്തിന് പ്രതിദിനം 20,000 രൂപയാണ് ലാഭമെന്നും അങ്ങനെ കണക്കാക്കിയാൽ പ്രതിവർഷം 70 ലക്ഷം രൂപയുടെ ലാഭവിഹിതം ഒ.പി. ടിക്കറ്റ് നിരക്കിൽ നിന്നും മാത്രം ലഭിക്കുന്നുവെന്നും അത് നിർധനരായ രോഗികൾക്ക് കൂടുതൽ പ്രയാസമുണ്ടാക്കുമെന്നും ഇതുകൊണ്ട് തന്നെ പഴയ സ്ഥിതിയിലേക്ക് ഒ.പി. ടിക്കറ്റ് മാറ്റണമെന്നും യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം പറഞ്ഞു. യുവമോർച്ചയുടെ പരാതി രേഖാമൂലം തന്നെ HMC ചെയർമാനെ അറിയിക്കാമെന്നും ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് അറിയിച്ചെങ്കിലും റിപ്പോർട്ട് വരുന്നതുവരെ 5 രൂപ ഒ.പി. നിരക്കാക്കണമെന്ന യുവമോർച്ച പ്രവർത്തകർ ആവശ്യപ്പെട്ടു. തുടർന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപനുമായി സംസാരിച്ച ശേഷം നിരക്ക് വർധനവ് വെട്ടിച്ചുരുക്കാനാകില്ലെന്നും പ്രവർത്തകരോട് അറിയിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചതിനെ തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി സൂപ്രണ്ട് ഓഫീസിന് പുറത്തിരുന്നു. കൂടുതൽ പോലീസ് ജില്ലാ ആശുപത്രിയിലെത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് കൂടുതൽ പ്രവർത്തകർ എത്തുകയും പോലീസുമായി ബലപ്രയോഗം നടത്തുകയും ചെയ്തു. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ഗോപകുമാർ യു, അഭിഷേക് മുണ്ടയ്ക്കൽ, രഞ്ജിത അനിൽ, അഭിരാം, ആദിത്യൻ, ഷിബു എസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.